ഇന്നലെ നമുക്ക് വിഷു കഴിഞ്ഞിട്ടുമായിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മുടെ ഫോളോവേഴ്സ് അയച്ചു തന്ന പൈസ ആണേ. അപ്പോൾ ശരിക്കും ഈ പൈസ നമ്മൾ അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. ഈ തൈര് എത്ര റേറ്റ്? 10 രൂപ. എത്ര കൊണ്ട് വിൽക്കുന്നുണ്ട് കേട്ടോ? എത്ര കൊണ്ട് വിൽക്കുന്നുണ്ട്? വിൽക്കും. ഒരു ദിവസം ഇത് വിൽക്കാൻ എത്ര കിട്ടും? ലാഭം എത്ര കിട്ടും? ഈ ഒരു തൈരിന് ഒരു ലാഭം എത്ര ഉണ്ട് മൊത്തം? 11 കവറുണ്ടല്ലേ? ഒരു തൈര് വിറ്റ് കഴിഞ്ഞാൽ 1 രൂപ കിട്ടുന്നത്. വീട്ടിൽ ആരെക്കൊണ്ട് ചേട്ടാ? മോനൊക്കെ എന്ത് ചെയ്യുന്നു? ആമ്പിള്ളേരൊന്നും ഇല്ലയോ? 3 പെമ്പിള്ളേരാ. അയാൾ ഇവിടെ വന്നിരിക്കും. ചേട്ടൻ ഇത് വിറ്റിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്. വലിയ ബുദ്ധിമുട്ടാ ആന്നല്ലേ? ഇത് 11 ഉണ്ടല്ലേ? ഇത് ഞാനങ്ങ് എടുത്തോട്ടെ. 11. എന്നാൽ ഈ 11 ഞാനങ്ങ് എടുത്തു കേട്ടോ. വേണ്ട, ഇത് 11 മതി. ഒരെണ്ണം വിറ്റ 1 രൂപ കിട്ടുന്നേ. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയേ. എന്നാ എനിക്ക് വിഷുവിനേ എൻ്റെ കുറച്ച് കൂട്ടുകാർ അയച്ചെന്ന പൈസയാ. അപ്പം ഇത് അർഹതപ്പെട്ട ആൾക്കാർക്കാണ് കിട്ടേണ്ടത്. അതാണ് ഞാൻ ചേട്ടനോട് തന്നെ. സന്തോഷമായോ? സന്തോഷമായോ? നമ്മുടെ ഒരു എന്താണ്, നമ്മുടെ ഒരു അച്ഛനെ പോലെ കണ്ട് ഞാൻ കൊണ്ട് തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇത് ചേട്ടൻ തന്നെ വെച്ചോ. ഇതുകൂടെ വിറ്റിട്ട് കിട്ടുന്ന പൈസ ചേട്ടനുണ്ട് കേട്ടോ. അതൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷം. അല്ല, അത് കുഴപ്പമില്ല. ഞാൻ ഇനി വരുമ്പം എപ്പോഴെങ്കിലും വരുമ്പോൾ എനിക്ക് തന്നാൽ മതി കേട്ടല്ലോ. എന്തായാലും സന്തോഷമായേ. ഓക്കെ ഏട്ടാ. ഓക്കെ.